കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതും അതിൻ്റെ അസംഷൻസും മാനേജീരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് ലോ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. ലോ ഓഫ് പ്രൊഡക്ഷൻ, എസ്റ്റീം, അസംഷൻസ്, അതിൻ്റെ മാനേജീരിയൽ യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ലോ ഓഫ് പ്രൊഡക്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡീഷണൽ ഇൻപുട്ട് ആൻഡ് അഡീഷണൽ ഔട്ട്പുട്ട് ഓഫ് എ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ലോ ഓഫ് പ്രൊഡക്ഷൻ ഷോ ചെയ്യുന്നത് അഡീഷണൽ ഇൻപുട്ടിൻ്റെയും അഡീഷണൽ ഔട്ട്പുട്ടിൻ്റെയും റിലേഷൻഷിപ്പാണ് ലോ ഓഫ് പ്രൊഡക്ഷൻ ഷോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡീഷണൽ ഔട്ട്പുട്ട് അഡീഷണൽ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, ലോ ഓഫ് പ്രൊഡക്ഷൻ ഷോ ചെയ്യുന്നത്. ദ ലോ ഓഫ് പ്രൊഡക്ഷൻ കൺസിസ്റ്റ് ഓഫ്, ലോ ഓഫ് പ്രൊഡക്ഷൻ രണ്ട് ലോ ആണ് ചെയ്യുന്നത്. അതായത് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് ലോ ഓഫ് റിട്ടേൺ ഓഫ് ടു സ്കെയിൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. നെക്സ്റ്റ് വൺ ഈസ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിനെ നമ്മൾ എന്തും കൂടി പറയും, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നും കൂടി പറയും. The law of variable proportion shows the input and output relationship or production function with one input factor variable while keeping the input factor constant. Law of diminishing returns, law of variable proportion എന്നുള്ളത് ഷോ ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ്. ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഷോ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അനുസൃതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ഫാക്ടർ വേരിയബിൾ ആയിരിക്കും. അതായത് ഇൻപുട്ട് ഫാക്ടറിലെ വൺ ഫാക്ടർ എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. അതേഴ്സ് എന്തായിരിക്കും, ഇൻപുട്ട് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അതായത് ഒരു ഇൻപുട്ട് ഫാക്ടർ അളവിൽ വാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് അത് ഷോർട്ട് റണ്ണിലുള്ളതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻപുട്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലുള്ള ഒരു ഇൻപുട്ട്, ഒരു റോ മെറ്റീരിയൽ വാരി ചെയ്യും. നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ, നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ഫാക്ടർ വാരി ചെയ്യുകയും മറ്റുള്ള ഇൻപുട്ട് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയും മാറാതെ നിലനിൽക്കുകയും ചെയ്യും. ഇതിനെയാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. A law of variable proportion shows the input-output relationship or production function with one input factor variable while keeping the input factor constant. Okay. The law of variable proportion states that if one factor, law of variable അത് പ്രൂവ് ചെയ്തിരിക്കുന്നത്, അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഈ വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് മോർ ആൻഡ് മോർ. ഒരു ഫാക്ടർ, ഒരു ഇൻപുട്ട് ഫാക്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, വാരി ചെയ്യുക. അതായത് ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ളതല്ല, അതിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കീപ്പിംഗ് ദ അതർ ഫാക്ടർ കോൺസ്റ്റൻറ്റ്. എങ്ങനെ, മറ്റൊരു ഇൻപുട്ട് ഫാക്ടറിനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട്. ദ ടോട്ടൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ദ ബിഗിനിങ് ആൻഡ് ദെൻ അറ്റ് ഡിമിനിഷിങ് റേറ്റ് ഇവൻച്വലി ഡിക്രീസസ് അബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ ആ വാരി ചെയ്യുന്നത് ഇൻക്രീസ് ആയിട്ട് കൂടുതലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയും, അതല്ല ഡിക്രീസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മളോട് പറയുന്നത്.
നമുക്കറിയാം ഇൻപുട്ട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള മെഷീനറി, പ്ലാന്റ്, ബിൽഡിംഗ് എല്ലാം എന്താണ്, ഫിക്സ്ഡ് ആണ്. വൈൽ ഓൺലി വൺ ലേബർ സർവീസസ് വാരി. അവിടെ ലേബറർ മാത്രമാണ് വാരി ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ 2 ഇൻപുട്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒരെണ്ണം ലേബററും മറ്റത് ഫിക്സ്ഡ് ആയിട്ടുള്ളതിൽ പറയുന്നത് മെഷീനറി, പ്ലാന്റ്. അപ്പോൾ ഇതിൽ ലേബേഴ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാരി ചെയ്യുന്നത്. മെഷീനറിയും പ്ലാന്റും ലാൻഡും എല്ലാം എന്തെന്നാണ് അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള വേരിയബിളാണ്. അപ്പോൾ ഒരു ഇൻപുട്ട് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയും മറ്റൊരു ഇൻപുട്ട് ഫാക്ടറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് റേഷ്യോ, ഔട്ട്പുട്ടിൻ്റെ ലെവലിൽ ഇൻക്രീസോ ഡിക്രീസോ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിന് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ് there were 3 laws of returns. ക്ലാസിക്കൽ എക്കണോമിക്സ് പ്രകാരം 3 തരത്തിലുള്ള ലോ ഓഫ് റിട്ടേൺസ് ആണുള്ളത്. ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ, ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ആൻഡ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. ഇനി നമ്മൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടേംസിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. This is the quantity of output of a firm obtains in total from given quantity of input. ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, നമ്മൾക്ക് നിലവിലുണ്ടായിരുന്ന ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എത്രത്തോളം പ്രോഡക്റ്റ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഫേംസ് ഒബ്റ്റെയിൻ ഇൻ ടോട്ടൽ ഫ്രം ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടിൽ നിന്ന് നമ്മൾക്ക് എത്രത്തോളം ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ടോ അതിനെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ആവറേജ് പ്രോഡക്റ്റ് ഓർ ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്. This is the total physical product divided by the quantity of input. Quantity of input ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റും, അതായത് നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റും തമ്മിലുള്ള അതിൻ്റെ ആവറേജിനെയാണ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മാർജിനൽ പ്രോഡക്റ്റ് ഓർ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. It is the increase in total output that result from 1 unit increase in the input. ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എത്രത്തോളമാണ് ഒരു യൂണിറ്റ് ഇൻപുട്ടിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ ഉണ്ടായി. അതായത് ഒരു യൂണിറ്റ് ഇൻപുട്ടിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് മാർജിനൽ പ്രോഡക്റ്റ് or marginal physical product. In other words, it is an extra output produced by using an additional unit of ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് അഡീഷണൽ ഔട്ട്പുട്ട്, എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് ഓർ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് അസംഷൻസ് ഓഫ് ലോസ്. ഈ ലോസിൻ്റെ നമ്മൾ ഇപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ്റെ ലോൻ്റെ അസംഷൻസ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ദ ടെക്നോളജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു അസംഷൻ, ഈ ഒരു ലോ പ്രകാരം നമ്മൾ പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഫാക്ടറിയിലുള്ള ടെക്നോളജി, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന. Next is only one input factor is variable and other factors kept constant. 2 തരത്തിലുള്ള ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതിൽ ഒരു വാരിയബിൾ മാത്രമാണ് വാരി ചെയ്യുന്നത്, ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. All the units of the variable factors are homogeneous. എല്ലാ യൂണിറ്റ്സ്, എല്ലാ ഇൻപുട്സും എന്താണ് variable factors are homogeneous. It is possible to change the factors proportions. Factors of production are scarce. Factors of productions, production factors എല്ലാം എന്താണ് scarce ആണ്. Okay, the law of operates in the short run. Next is practical importance of the law of variables. അതായത് the law of variable
proportion is one of the most fundamental laws of economics. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ലോ ഓഫ് എക്കണോമിക്സ് ആണ്. ദ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് അപ്ലിക്കബിൾ നോട്ട് ഓൺലി ടു അഗ്രികൾച്ചർ ബട്ട് ആൾസോ അതർ കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രീസ് ലൈക്ക് മൈനിങ്, ഫിഷിംഗ് എക്സെട്ര. നമുക്കറിയാം ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് അഗ്രികൾച്ചർ സെക്ടറിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അത് മൈനിങ്ങിലും ഫിഷിങ്ങിലും അതുപോലെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിലും എന്ത് ചെയ്യുന്നുണ്ട്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്ന ഒരുപാട് ഡിസിപ്ലിൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ബേസിസ് ഓഫ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. മാൽത്തസ് ബേസ്ഡ് her theory of population on the law of variable proportion. Second one is basis of the Ricardian theory of rent. Third one, basis of the marginal productivity theory, optimum production theory, price determination, explanation of distinguished and unemployment, useful to developed and underdeveloped countries. ഇവിടെയെല്ലാം ഇത്രയും പോയിന്റ്സിലാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോ ഓഫ് റിട്ടേൺസ് ആൻഡ് ബിസിനസ് ഡിസിഷൻസ്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസും ബിസിനസ് ഡിസിഷൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ലോ ഓഫ് റിട്ടേൺസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബിസിനസ് ഡിസിഷൻ. ബിസിനസ്സിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിൽ ലോ ഓഫ് റിട്ടേൺസിന് ക്രൂഷ്യലായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ദേ പ്രൊവൈഡ് ദ പെർമനൻറ്റ് സൊല്യൂഷൻ ടു പ്രോബ്ലം ഇൻ ദ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ. ലോ ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്ന ലോ ബിസിനസ്സിനെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി, അതായത് പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക്, പ്രൊഡക്ഷൻ എത്രത്തോളം ഇൻപുട്ട് യൂസ് ചെയ്യണം, അത് എവിടെ നിന്ന് കണ്ടെത്തണം, ഇത്ര ഇൻപുട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും, ഇങ്ങനെയുള്ള മേജറായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനായിട്ട് ലോ ഓഫ് റിട്ടേൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഹെൽപ്പ് ദ എസ്റ്റിമേഷൻ ഓഫ് ദി ഒപ്റ്റിമം പ്രൊപ്പോർഷൻ ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലോ ഓഫ് റിട്ടേൺസ് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നതിന് എസ്റ്റിമേഷൻ, ഒപ്റ്റിമം പ്രൊപ്പോർഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒപ്റ്റിമം യൂസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലോ ഓഫ് റിട്ടേൺസ് ബിസിനസ് മാനേജ്മെൻറ്റിനെ സഹായിക്കുമെന്നുള്ളത്. ലോസ് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഈ ലോ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതെങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഒപ്റ്റിമം യൂസ് ഓഫ് ഇൻപുട്സ് അല്ലെങ്കിൽ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസിലൂടെ നമുക്ക് ലോ ഓഫ് റിട്ടേൺസ് ബിസിനസ് മാനേജ്മെൻറ്റിനെ സഹായിക്കും. It help to management determine the optimal labor required to produce maximum output. നമ്മൾക്ക് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സഹായിക്കും അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് മാനേജ്മെൻറ്റിന്, നമ്മുടെ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിന് ലോ ഓഫ് റിട്ടേൺസ് സഹായിക്കുമെന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.